So there will be a cut in voltage forward bias. So this will be like an exponential increase. This is the cut in voltage. After the cut in voltage, the current will be increased exponential. So this is in forward bias, this is in reverse bias, this is the reverse current, and the reverse current is also like this, and this current is known as reverse saturation current. Okay. So this is reverse bias, that will be indicated by negative sign, and this is forward current. So we know that there is an exponential increase. The curve is the VA characteristics is an exponential series. So the current equation is equal to I0 e raised to v by eta Vt minus 1. So this is an exponential increase ചെയ്യുന്ന ഒരു ഇതാണ്. അതിനകത്ത് I0 എന്ന് പറയുന്നത് നമുക്കറിയാം, ID എന്ന് പറയുന്നത് ഡയോഡിലൂടെയുള്ള കറണ്ടാണ്, ഡയോഡ് കറണ്ടാണ്. ID is diode current. This equation is very important. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഒരു ഡയോഡിനെ സംബന്ധിച്ചിടത്തോളം ഡയോഡിലൂടെയുള്ള കറണ്ടിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ID എന്ന് പറയുന്ന ഡയോഡിലൂടെയുള്ള കറണ്ടാണ്, I0 എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടാണ്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇതൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള ഒരു IV കർവാണ്. സോ ദിസ് I0 ഈസ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, I0 അറ്റ് T1. അപ്പോൾ ഒരു ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് I0 at T2. But in forward characteristics, it will not depending upon the temperature, it will only depending upon the voltage. Okay. So this is like this, and here V is the voltage across the diode. Voltage across the diode. അതായത് ഇപ്പം നമ്മൾ ഇപ്പം ഒരു ഫോർവേഡ് ബയാസ് ആയിക്കോട്ടെ റിവേഴ്സ് ബയാസ് ആയിക്കോട്ടെ, ഇതിനെ ക്രോസ് ആയിട്ട് നമ്മളൊരു അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ V എന്ന് ഉദ്ദേശിക്കുന്നത്, VD എന്നല്ല, V എന്ന് ഉദ്ദേശിക്കുന്നത്. ഡയോഡിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. ID എന്ന് പറഞ്ഞാൽ ഡയോഡിലൂടെയുള്ള കറണ്ട്, I0 എന്ന് പറഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ്. ആൻഡ് ദർ വൺ മോർ ഫാക്ടർ ഈറ്റ ആൻഡ് VT. ആൻഡ് ഈറ്റ ഈസ് ദ ഐഡിയാലിറ്റി ഫാക്ടർ. എത്രമാത്രം ഐഡിയൽ ആണെന്നുള്ള ഡയോഡ് ഐഡിയൽ ആണെന്നുള്ള അതിൻ്റെ ഒരു പാരാമീറ്റർ ആണ് ഐഡിയാലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഐഡിയാലിറ്റി ഫാക്ടർ ഈസ് 1 ഫോർ ജർമേനിയം ആൻഡ് 2 ഫോർ സിലിക്കൺ. അപ്പോൾ സിലിക്കൺ വെച്ചിട്ടുള്ള ഡയോഡാണ് ഈ ഐഡിയാലിറ്റി ഫാക്ടർ യു ക്യാൻ ടേക്കൺ ആസ് 2, ആൻഡ് ജർമേനിയം വെച്ചിട്ടുള്ള ഡയോഡാണ് ഐഡിയാലിറ്റി ഫാക്ടർ ഈസ് ടേക്കൺ ആസ് 1. ബിക്കോസ് ഐഡിയാലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയാലിറ്റി ഫാക്ടർ എത്രമാത്രം ഐഡിയൽ ആണെന്നുള്ളതാണ്. ഇപ്പം ജർമേനിയം ഡയോഡാണ്, എന്തുകൊണ്ടാണ് ഈ ജർമേനിയം ഡയോഡിന് 1ഉം സിലിക്കൺ ഡയോഡിന് 2 എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഐഡിയാലിറ്റി ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയോഡ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് ഫോർ when it is in forward bias for ideal diode. In a reverse bias it will be act as an open switch ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം സിലിക്കൺ ഡയോഡിൻ്റെ കട്ട് ഇൻ വോൾട്ടേജ് 0.7 വോൾട്ടേജ് ആണ്. 0.7 വോൾട്ടേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുള്ളൂ. ബട്ട് ഇൻ ജർമ്മനി ഇറ്റ് ഈസ് 0.3 വോൾട്ടേജ്. അപ്പോൾ കുറച്ചുകൂടി, അതായത് ഫോർവേഡ് ബയാസ് കൊടുക്കുമ്പോൾ തന്നെ കൂടുതലായിട്ട് അത് കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കുന്നത് സിലിക്കൺ ഡയോഡാണ്. അതുകൊണ്ടാണ് ഐഡിയാലിറ്റി ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഐഡിയാലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് VT ഈസ് ദ തെർമൽ വോൾട്ടേജ്. കാരണം ഇത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. സോ അതിലൂടെ ഡയോഡിലൂടെയുള്ള കറണ്ടിന് മൈനോറിറ്റി കാരിയേഴ്സ് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ്. ആൻഡ് VT ഈസ് ഈക്വൽ ടു, നമുക്കറിയാം തെർമൽ വോൾട്ടേജ് എന്ന് പറയുന്നത് KT/Q ആണ്. where K is the Boltzmann constant, Q is the charge of one electron, T is the temperature at Kelvin. T temperature. Okay, അപ്പോൾ റൂം ടെമ്പറേച്ചർ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ at room temperature can be 300 degree. T is 300 degree.
സോ നമ്മുടെ പ്രോബ്ലത്തിലൊക്കെ thermal voltage can be assumed as Vt is assumed as T by 11,600 ആണ്, where K and Q as constant. So നമുക്ക് ഇങ്ങനെ കിട്ടും, it is approximately 26 millivolt ആണ് Vt at room temperature. At room temperature T 300 degree ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 26 millivolt approximately കിട്ടും. ഓക്കെ, അപ്പം തെർമൽ വോൾട്ടേജ് എപ്പോഴും തന്നെ റൂം ടെമ്പറേച്ചറിലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ you can assume as it is 26 millivolt. And all other things can be assumed from the problem. Ideality factor ഇപ്പം തന്നിട്ടില്ലെങ്കിൽ, ഒരു പ്രോബ്ലത്തിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ you can assume as 1. ഈവൻ ജർമ്മേനിയ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും 1 ആയിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. സിലിക്കൺ വിത്ത് ഐഡിയാലിറ്റി ഫാക്ടർ 2 എന്ന് ചിലപ്പോൾ പറയും. ഓക്കെ, പ്രോബ്ലത്തിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് അസ്യൂം ചെയ്യാം. I0 റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ്, അത് വന്നിട്ടുണ്ടാവും. V എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ വോൾട്ടേജ് അക്രോസ് ഡയോഡാണ്. അത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഡയോഡിലൂടെയുള്ള കറണ്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിനകത്ത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണെങ്കിൽ ഈ V എന്ന് പറയുന്നത് മൈനസ് V ആവും, ബിക്കോസ് അതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. ഈ റേസ് ടു മൈനസ് എന്ന് പറയുന്ന ഒരു വാല്യൂ വളരെ ചെറിയൊരു വാല്യൂ ആണ്. ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി വി ക്യാൻ ബി taken as 0. Okay, so at a reverse bias V എന്ന് പറയുന്ന നെഗറ്റീവ് V ആണ് എടുക്കുന്നത്. സോ ഇ റേസ് ടു V by eta Vt എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. സോ ദിസ് ഫാക്ടർ വിൽ ബി നെഗറ്റീവ്. ഇ റേസ് ടു എ നെഗറ്റീവ് വാല്യൂ. ഇ റേസ് ടു നെഗറ്റീവ് വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി 0. സോ അറ്റ് ദാറ്റ് ടൈം ID is equal to I0 e raised to negative value എന്ന് പറയുന്നത് that is a 0 value, 0 minus 1 എന്ന് കിട്ടും. So that means minus I0. So in reverse bias ID is equal to minus I0. That is understood from this VI char. കാരണം റിവേഴ്സ് ബയാസിൽ എപ്പോഴും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇറ്റ് വിൽ നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദി അപ്ലൈഡ് വോൾട്ടേജ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ടെമ്പറേച്ചർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയായിരുന്നത് VI ക്യാരക്ടേഴ്സിൽ. അതിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് പലതും സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറ്റ് എവരി 10 degree of rise in temperature the reverse saturation current get doubled. ഓക്കെ, ആ കാര്യം നോട്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. സോ either you can use this equation or we can മാനുവലി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എവരി 10 degree റൈസ് ഇൻ ടെമ്പറേച്ചറിൽ ഒരു ഡബിളായിട്ട് അത് കൂടാനായിട്ട് കറണ്ട് ഡബിളായിട്ട് കൂടും. സോ I0 T2 is equal to I0 T1 2 raised to T2 minus T1 divided by 10. So this is the equation. ഈ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം I0 T1 എന്ന് പറയുന്നത് I0 at 10 degree ടെമ്പറേച്ചറിലാണെന്ന് വിചാരിക്കുക. അതെന്ന് പറയുന്നത് ഒരു 1, കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ 1 നാനോ ആംപിയർ ആണെന്ന് വിചാരിക്കുക. Let it is 1 nano ampere. You have to find the temperature T2 at 50 degrees Celsius. I0 at 50 degrees. So I0 T2 50 degrees Celsius is equal to I0 T1, that is 1 nano ampere into 2 raised to T2 minus T1. T2 minus T1 എന്ന് പറയുന്നത് 50 minus 10 ആണ്. 50 minus 10 divided by 10. So from that you can assume that is T raised to 5. T raised to 4. What is 2 raised to 4? 2 raised to 4 is 16.
that is 60 nanoampere. Either you can use this equation or നമുക്കറിയാം I0 at 10 degree 1 nanoampere ആണ്. അപ്പോൾ 20 degree it will be 2 nanoampere, at 30 degree it will be 4 nanoampere, 40 degree it will be 8 nanoampere, and in 50 degree it will be 60 nanoampere. Every 10 degree rise in temperature this current gets double. Okay, hope you understood these things, and we can directly go for the problems. Okay. First problem, so asked in a previous year next question. Calculate current through 1K resistor. We have to calculate current through 1K resistor. This is the circuit. This is the 1K. There is a diode. There is a cell and voltage. This is 1K resistor, and you have to find out the current I1K. Okay, and also there is where ID is given as VD minus 0.7 divided by 500. So ഡയോഡിലൂടെ പോകുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് VD മൈനസ് 0.7 ഡിവൈഡഡ് ബൈ 500 ആണെന്ന് തന്നിട്ടുണ്ട്. So you have to find out the current through 1K. So from this problem we know that the current through 1K is same as the current through the diode. So I1K എന്ന് പറയുന്നത് ID തന്നെയാണ്, കാരണം വേറെ സർക്യൂട്ടുകളൊന്നും തന്നെയില്ല, ഈ കറണ്ട് തന്നെയാണ് ഡയോഡിലൂടെയും പോകുന്നത്. So you have to find out this current. Okay. So എങ്ങനെ ഈ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ID കണ്ടുപിടിക്കാനായിട്ട് പറ്റും. You have to apply Kirchhoff voltage law, അല്ലേ? KVL അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഒരു സെല്ലാണ് കൊടുത്തിരിക്കുന്നത്, രണ്ട് സ്ഥലത്താണ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്, ഇവിടെയും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലേ? സോ from this problem 10 voltage is equal to, ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് എന്താണ്, ID into 1K, അതാണ് ഇവിടെ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലേ? 1K into ID, അതാണ് ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ID is equal to VD minus 0.7 divided by 500 given as ID is given as this one, പ്ലസ് ഇവിടെ ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് VD ആണ്. Okay, got it. Hope you understood this one. I just apply the KVL across this resistor, this drop and this drop is equal to this enter volt. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, ഇതിനകത്ത് ഏതെങ്കിലും ഞാൻ പറയുന്നത് ഇത് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു പോകുന്നത്. എയർ 1K എന്ന് പറയുന്നത് 1000 ആണ്. സോ 500 by 1000 that is 2. So 2 VD minus 1.4 plus VD, that is 3 VD minus 1.4 10 volt. So from that 3 VD is equal to 11.4, that is VD is equal to 3.8 volt. So I got VD, voltage across diode, and what is ID? ID is VT minus 0.7 divided by 500. So from that I can calculate ID. ID is equal to VD, that is 3.8 voltage minus 0.7 voltage divided by 500. So already given in the problem, that is 3.1 divided by 500, that is 6.2 milliampere is the current through the diode, and this current is flowing as the current through the 1K resistor. There is no other connection, so current through the 1K is same as the current through the diode, that is 6.2 milliampere. Okay.
വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അതിൻ്റെ നിങ്ങൾക്ക് മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നായിട്ട് കണ്ടുപിടിക്കാനായിട്ട്. Okay, this is clear to you. Can go for next problem. Doubt എന്തെങ്കിലും ഉണ്ടോ ഈ പ്രോബ്ലത്തിനകത്ത്? ഓക്കെ, ഈ പ്രോബ്ലം പ്രീവിയസ് ഇയറിൽ TFRന് ചോദിച്ചൊരു പ്രോബ്ലം ആണ്. സോ ഐ ജസ്റ്റ് ഗിവൺ ദിസ് പ്രോബ്ലം. നിങ്ങൾക്ക് ഇത് ഈ പ്രോബ്ലം സിമിലർ പ്രോബ്ലം ആണ്, നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റും. ദി IV റിലേഷൻ of diode is given as ID is equal to VD square plus 2VD, where VD is greater than 0 volt and equal to 0 when VD is less than 0 volt. Then find VD. Find voltage across the diode, where VD is voltage across the diode. It's almost similar circuit. One known, and voltage. This is the VD, voltage across the diode. You have to find out this VD, and VD ID is given as VD square plus 2VD. Okay. How to solve this problem? You can apply the same rule, that is 10 voltage is equal to ID, where ID is the VD square plus 2VD, ID into 1 ohm plus VD. Okay, so you will get a quadratic like equation, because here the ideal relation is VD square plus 2VD. So you will get a quadratic equation. From this quadratic equation, while we solving this quadratic equation, you will get a value for VD. Two values, you will get two values. One is positive, other is negative value. You have to take only positive value. Okay, VD യുടെ positive value മാത്രം നിങ്ങൾ എടുത്താൽ മതി. You will get the answer. ഞാനിത് ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. You will get a quadratic equation. While solving the quadratic equation, you will get two answers for VD. You take only positive value. Okay. Okay, fine. നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി. അത് ചെയ്യുന്നില്ല, നിങ്ങളത് അസൈൻമെൻറ്റ് പോലെ ചെയ്താൽ മതി. Then we can move to the next part of this semiconductor diode. That is, നമ്മൾ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്, സെമി കണ്ടക്ടർ ഡയോഡ്, അതായത് നോർമൽ ഡയോഡിന് നമ്മൾ സാധാരണ പറയുന്നത് റെക്ടിഫയർ ഡയോഡ് എന്നാണ്. റെക്ടിഫയർ ഡയോഡ് എന്ന് പറയാൻ കാരണം അത് റെക്ടിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിലേ പറഞ്ഞു, AC-നെ DC ആക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം AC എന്ന് പറയുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനകത്ത് ബോത്ത് പോസിറ്റീവ് സൈക്കിൾ ആൻഡ് നെഗറ്റീവ് സൈക്കിൾ ഉണ്ട്. അതിന് ഒരു സൈക്കിൾ, ഒരു ഡയറക്ഷനിൽ യൂണി ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ മാത്രമാണ് ഡയോഡ് അനുവദിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഫിൽറ്ററിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ DC ആക്കി മാറ്റുന്നത്. ഓക്കെ, സോ rectifier. സോ നമുക്കൊരു ട്രാൻസ്ഫോമർ ഉണ്ടാവും. നിങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ നിങ്ങളുടെ BSc ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ടാവും, ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ടാവും. ദിസ് ഈസ് എ ഹാഫ് വേവ് റെക്ടിഫയർ. So this is AC 230 volt main supply. ഒരു മെയിൻ സപ്ലൈ ആണ്. ആ ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജിലേക്ക് വരും. ഓക്കെ, സോ ഹിയർ വി ക്യാൻ ഹാവ് എ വെരി ഹൈ വോൾട്ടേജ് ആൻഡ് ഫ്രം ദിസ് സ്റ്റെപ്പ് ഡൗൺ യു വിൽ ഗെറ്റ് എ സ്മോളർ വോൾട്ടേജ്. ഡിസൈഡ് ലെവലിലേക്കുള്ള വോൾട്ടേജിലേക്ക് വരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു 5 വോൾട്ടേജ് DC വോൾട്ടേജ് ആണ് വേണ്ടതെങ്കിൽ നമ്മളൊരു 5 വോൾട്ടേജ് 230 to 5 വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വയ്ക്കും. അതിനുശേഷം നമ്മൾ
ഇതുപോലെ ഒരു സർക്യൂട്ടിലേക്ക് കൊടുക്കും. ഇതാണ് ലോഡ് റെസിസ്റ്റർ വരിക. ഇതിനെ ക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇറ്റ് ഈസ് ഹാവിങ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈക്കിൾ. ഹിയർ ഇറ്റ് ഈസ് ദ പോസിറ്റീവ് സൈക്കിൾ, നെഗറ്റീവ് സൈക്കിൾ ഉണ്ടാവും. ഓക്കെ, സോ ഞാനത് ഫുൾ വരയ്ക്കാം. സോ ഞാനൊരു 5 വോൾട്ടേജ്, എനിക്കിപ്പോൾ ഒരു 5 വോൾട്ടേജിലേക്കാണ്, 5 വോൾട്ടേജ് DC ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. സോ ഐ ഹാവ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈക്കിൾ. പോസിറ്റീവ് സൈക്കിൾ +5 വോൾട്ടേജ് വരെ പോകും, നെഗറ്റീവ് സൈക്കിൾ -5 വോൾട്ടേജ് വരെ പോകും. So this is the positive cycle and this is negative cycle. Cycle will goes like this. In positive cycle, what will happen? Here it is positive and here it is negative in the step down transformer. So here the diode D is in forward bias in positive cycle. I am not considering the cut-in voltage. അപ്പം കട്ട് ഇൻ വോൾട്ടേജ് ഞാൻ എടുക്കുന്നില്ല. കട്ട് ഇൻ വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ 0.7 വോൾട്ടേജിന് ശേഷം മാത്രമേ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുകയുള്ളൂ. കാരണം എന്താണ്, പ്രാക്ടിക്കൽ ഡയോഡിൽ 0.7 വോൾട്ടേജിന് ശേഷം മാത്രമേ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഹിയർ ഐ ആം ടേക്കൺ ദിസ് ഡയോഡ് ആസ് എ സ്വിച്ച്. ഇൻ ഫോർവേഡ് ബയാസ് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. സോ യു വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ you will get an output voltage like this in positive cycle. In negative cycle, what will happen? In negative cycle, here it is positive and here it is negative. So the diode is in reverse bias. It will be act as open switch. So I will not get any output because open circuit load current flow cheyilla. In next cycle, it will be get like this. So it is like this. The output voltage V out across the, this is V out across the RL. The output voltage is like this. Only positive cycle will get from the circuit. അപ്പോൾ എനിക്ക് -5 വോൾട്ടേജ് വേണ്ട ഒരു സർക്യൂട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ ഈ ഡയോഡിൻ്റെ പൊസിഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്താൽ മതി. ഐ വിൽ ഗെറ്റ് ദി നെഗറ്റീവ് സൈക്കിൾ ഓൺലി. ഓക്കെ, സോ ഇതിനകത്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇനി ഫിൽട്ടർ സർക്യൂട്ടിലേക്ക്, ഒരു കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് എനിക്ക് DC ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഫിൽറ്ററിങ് ജസ്റ്റ് റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് മാത്രമാണ് കിടക്കുന്നത്. ഞാനൊരു കപ്പാസിറ്റർ ഇതിനെ ക്രോസ് ആയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വിത്ത് ഹൈ കപ്പാസിറ്റൻസ് ഉള്ളൊരു കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ മാക്സിമം വോൾട്ടേജ് 5 വോൾട്ടേജ് എത്തിക്കഴിയുമ്പം 5 വോൾട്ടേജ് വരെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അതിനുശേഷം ഡിസ്ചാർജ് ചെയ്യാൻ ഇതിന് ടൈം എടുക്കും. വളരെ വലിയൊരു കപ്പാസിറ്റൻസ് ഉള്ളതാണെങ്കിൽ എനിക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. പതുക്കെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴേക്കും അടുത്ത സൈക്കിൾ വരും. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ കോൺസ്റ്റന്റ് സർക്യൂട്ട്. ഇങ്ങനെ ഒരു സർക്യൂട്ട് ആയിരിക്കും കിട്ടുക. ഓൾമോസ്റ്റ് ലൈക്ക് എ DC. പെർഫെക്റ്റ് DC ആയിരിക്കില്ല. ദർ വിൽ ബി എ സ്മോൾ സ്വിങ് ലൈക്ക് ദിസ്. ഒരു ചെറിയൊരു ഇതുണ്ടാവും. ഒരു പ്രാക്ടിക്കൽ കപ്പാസിറ്റർ ആണെങ്കിൽ ചെറിയൊരു സ്വിങ് ഉണ്ടാവും. ഐഡിയൽ കപ്പാസിറ്റർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് എ കോൺസ്റ്റന്റ് വൺ. ഫോർ ഐഡിയൽ വൺ ആണെങ്കിൽ VDC വിൽ ബി ലൈക്ക് ദിസ്. വോൾട്ടേജ് അക്രോസ് the capacitor will be like this. This is how we are achieving the rectification process or AC to DC rectification process we have achieved from this diode circuit, single diode circuit. So ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എത്രമാത്രം പ്യുവർ ആയിട്ടുള്ള DC ആണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ്. റെക്ടിഫയറിൻ്റെ അതിൻ്റെ ക്വാളിറ്റി പറയുന്നത് അതിൻ്റെ റിപ്പിൾ ഫാക്ടർ വെച്ചിട്ടാണ്. റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ മെഷർ ഓഫ് പ്യൂരിറ്റി ഓഫ് DC ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ അതിൻ്റെ പ്യൂരിറ്റി വളരെ കുറവായിരിക്കും. കാരണം എന്താണ്, ഈ സിംഗിങ് വളരെ കൂടുതലായിരിക്കും. അതെന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, സോ റിപ്പിൾ ഫാക്ടറാണ് ഇതിൻ്റെ ക്വാളിറ്റി പറയുന്നത്. റിപ്പിൾ ഫാക്ടർ ഇറ്റ്സ് എ മെഷർ ഓഫ് പ്യൂരിറ്റി ഓഫ് DC. അതായത് എത്രമാത്രം റിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AC കോമ്പണൻസ് ഉണ്ടെന്നാണ് നമ്മൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞ ഫാക്ടറിൽ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് റിപ്പിൾ ഫാക്ടർ ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ ദി RMS വാല്യൂ ഓഫ് root mean square value, RMS value of AC output to the average value. Average value എന്ന് വെച്ച് കഴിഞ്ഞാൽ DC value.
DC value of output. Okay, so the ripple factor can be denoted as R is equal to root of Vrms by Vdc whole square minus 1. This is the equation for the ripple factor. Okay. So what is RMS value? This will be sometimes this will be asked in your net or കോമ്പറ്റേറ്റീവ് എക്സാം. ഓക്കെ, കോമ്പറ്റേറ്റീവ് എക്സാമിൽ റിപ്പിൾ ഫാക്ടർ ചോദിക്കാറുണ്ട്. കാരണം ഈ സെമി കണ്ടക്ടർ ഡയോഡിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന റെക്ടിഫിക്കേഷൻ ആണ്. സംടൈംസ് ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഒരു റെക്ടിഫയർ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ എത്രയാണ്, അല്ലെങ്കിൽ അത് കാണുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളൊരു ആവറേജ് വാല്യൂ കാണുന്നത്, ഞാൻ പറഞ്ഞു വി ഡി സി എന്ന് പറഞ്ഞിട്ട് ആവറേജ് വാല്യൂ ആണ്, ഡി സി ആവറേജ് വാല്യൂ ആണ് വി ഡി സി എന്ന് പറയുന്നത്. സോ ആവറേജ് ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് വി ഡി സി ഓർ ദി ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ബേസ് ആണ് ആവറേജ് വാല്യൂ. അപ്പം ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആകുമ്പം നമുക്കറിയാം അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് യു വിൽ ഓൺലി ഗെറ്റ് ഓൺലി വൺ സൈക്കിൾ. കൺസിഡർ ഐ ആം ഗെറ്റിംഗ് ഓൺലി ദ പോസിറ്റീവ് സൈക്കിൾ. 0 to pi, pi to 2pi. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് 0 to 2piയിലാണ് നമ്മൾ ബേസ് എടുക്കേണ്ടത്. ആവറേജ് ഔട്ട്പുട്ട് എടുക്കുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് പക്ഷേ 0 to piയിൽ മാത്രമാണ് എനിക്ക് ഔട്ട്പുട്ട് ഉള്ളൂ. ഓക്കെ, സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓവർ ഫുൾ സൈക്കിൾ ഈസ് ഈക്വൽ ടു 0 to piയിൽ എനിക്ക് വി എം, കൺസിഡർ ദിസ് സിഗ്നൽ ഈസ് വി എം സൈൻ ഒമേഗ ടി. ഈ സിഗ്നൽ എന്ന് പറയുന്നത് വി എം സൈൻ ഒമേഗ ടി ആണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് ദ വി എം ആൻഡ് ഒമേഗ ഈസ് ദ ആംഗുലർ ഫ്രീക്വൻസി. pi to 2piയിലോ, pi to 2piയിൽ എനിക്ക് സിഗ്നൽ ഒന്നും ഉണ്ടാവില്ല. സോ ദിസ് ഈസ് ഔട്ട്പുട്ട് ഓവർ ഫുൾ സൈക്കിൾ. ഫുൾ സൈക്കിളിൽ 0 to piയിൽ മാത്രം എനിക്ക് വി എസ് സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി ഉണ്ടാവും. പ്ലസ് pi to 2piയിൽ 0 സിഗ്നൽ ആയിരിക്കും ഉണ്ടാവും. സോ ഇതിൻ്റെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി എം ഈസ് എ കോൺസ്റ്റന്റ് വാല്യൂ ദറ്റ് വി എം ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. സൈനിൻ്റെ integration എടുത്തു കഴിഞ്ഞാൽ minus cos omega t can given the upper and lower limit and here it is 0. 0 തന്നെയാണ് വരിക. Then from that minus vm എടുത്തു കഴിഞ്ഞാൽ minus vm cos omega, cos pi എന്ന് പറയുന്നത് -1 ആണ്. -1 minus cos 0 എന്ന് പറയുന്നത് -1 ആണ്. So this is 2vm. So output voltage over full cycle എന്ന് പറയുന്നത് 2vm ആണ്. ബേസ് എന്ന് പറയുന്നത് 0 to 2pi ആണ്. So you can take 2pi. So average value of output voltage is equal to VDC എന്ന് പറയുന്ന output voltage by base ആണ്. So you will get the VDC or V average. V average എന്ന് പറയുന്നത് പറഞ്ഞു. അല്ല, cos 0 എന്ന് പറയുന്നത് 1 അല്ലേ? ഈ മൈനസ് ഞാൻ പുറത്തെടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വി എം മൈനസ് കോസ് ഒമേഗ ടി 0 to pi ആണ്. ഈ മൈനസ് ഞാൻ ഇതിൻ്റെ പുറത്തെടുത്തു. അപ്പം മൈനസ് വി എം, ഓക്കെ, വി എം ബൈ പൈ. സോ വി ഡി സി എന്ന് പറയുന്നത് വി എം ബൈ പൈ ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് അതിൻ്റെ റിപ്പിൾ ഫാക്ടർ കാണാനായിട്ട്, റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വി ആർ എം എസ് ബൈ വി ഡി സി ഹോൾ സ്ക്വയർ -1 ആണ്. വേർ വി ആർ എം എസ് എന്ന് പറയുന്നത് റിപ്പിൾ ആർ എം എസ് വാല്യൂ ആണ്, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്.
So how we can be find the VRMS? So VRMS എന്ന് പറയുന്നത് integral root of 1 by 2 pi 0 to 2 pi Vm square sin square omega t omega. Okay, this is the RMS value. RMS value of the AC can be calculated like this. Okay, where you can take only 0 to 2 pi എടുക്കേണ്ട കാര്യമില്ല, കാരണം 0 to 2 പൈയിൽ എനിക്ക് സിഗ്നൽ ഇല്ല, 0 to pi മാത്രമാണ് സിഗ്നൽ ഉള്ളൂ. So RMS value of AC can be calculated by this equation, but here I only having the voltage at the positive cycle, so I just change the value at 1 by 2 pi 0 to pi Vm square sin square omega t d omega. Okay, so Vm square can be taken outside from the integration. So Vm square by 2 pi integral sin square omega t ne 1 minus cos 2 omega 2 by 2 എന്ന ഇക്വേഷനിലേക്ക് നമുക്ക് മാറ്റാം. കാരണം cos 2 omega 2 എന്ന് പറയുന്നത് ആ ഇക്വേഷൻ നമ്മൾ ഇൻ്റഗ്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഇക്വേഷനിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. 0 to pi 1 minus cos 2 omega t by 2 d omega t. So from that Vm square 4 pi integrate ചെയ്ത് കഴിഞ്ഞാൽ omega t cos ൻ്റെ sin 2 omega t d omega വെച്ചിട്ടാണ് by 2 0 to. So from this while I solving this one, you will get VRMS as Vm by 2. Okay, while solving this one, you will get like this. So from that RMS value is equal to VRMS by VDC. VRMS is Vm by 2. VDC is equal to Vm by pi. The whole square. And so on. From that, this is 1.21. You will get, for a half wave rectifier, you will get the ripple factor value as 1.21. Okay, like that you can find out these the ripple factor of a full wave rectifier. അപ്പോൾ full wave rectifierന്റെ ripple factor ഇതിൽ നിന്ന് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. full wave rectifier എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടൈപ്പ് full wave rectifier ഉണ്ട്. ഈ വാല്യൂ എന്ന് പറയുന്നത് വളരെ വലിയൊരു വാല്യൂ ആണ്, റിപ്പിൾസിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും ഹാഫ് വേവ് റെക്ടിഫയറിൽ. ഫുൾ വേവ് റെക്ടിഫയറിൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.4 0.5 സംതിങ് ലൈക്ക് ദാറ്റ്, അത്രയും കുറവേ ഉണ്ടാവുള്ളൂ റിപ്പിൾസ്. എന്തുകൊണ്ടാണ് അതിനകത്ത് റിപ്പിൾസ് കുറവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ വേവ് റെക്ടിഫയറിൽ ഇപ്പം നമുക്ക് രണ്ട് ടൈപ്പ് ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട്. ഐദർ സെൻട്രൽ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട്, സെൻട്രൽ ടാപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ വെച്ചിട്ടുള്ള റെക്ടിഫയർ ആണ്. ദിസ് ഈസ് സെൻട്രൽ ടാപ്പ്. സെൻറ്ററിൽ നിന്നും നമുക്ക്, അതായത് 3 ടെർമിനലുണ്ട് അതിൻ്റെ ഔട്ട്പുട്ടിൽ, അങ്ങനെ ഒരു റെക്ടിഫയർ സർക്യൂട്ടാണ്. രണ്ട് ഡയോഡ് വെച്ചിട്ട് D1, ദിസ് ഈസ് D1 ആൻഡ് ദിസ് ഈസ് D2 ആൻഡ് ദിസ് ഈസ് ദ ലോഡ് റെസിസ്റ്റർ. This is approximately can be taken as ground. Okay, so this is a load resistor. We know that here it is positive and negative cycle. This is AC main supply. So for the input I have both cycle, positive cycle is there, negative cycle is there. And in the transformer output, when it is in positive cycle, it is positive and it is negative and it is 0.
So the diode D1 is in forward bias, D1 acts as a closed switch, and D2 is in reverse bias. കാരണം D2 reverse bias ആവാൻ കാരണം D2ന്റെ നെഗറ്റീവ് ആണ് ഇവിടെ പോസിറ്റീവിലേക്ക് കൊടുത്തിരിക്കുന്നത്. So D2 is open. So the current is flowing in positive cycle. The current is flowing like this. Here it is grounded. So current is flowing through the RL like this. Okay. So in positive cycle, I get the positive cycle output. Positive cycle output. In negative cycle, this is plus, this is negative, so this is always ground. So diode D2 is in forward bias. So whenever diode D2 is in forward bias, D2 is act as closed switch and D1 act as a open switch. So the current is flowing in this direction. So in both cycle, current is flowing in the same direction like this. So in negative cycle also we will get positive cycle. Current direction എപ്പോഴും ഒരു ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഡയറക്ഷൻ എപ്പോഴും ഒരു ഡയറക്ഷനിലാണ്. You will get positive cycle, and next positive cycle you will get. So this is a full wave rectifier. Can be this is very useful rectifier because രണ്ട് സൈക്കിളും fully effectively utilize ചെയ്യാൻ പറ്റി. In ഹാഫ് വേവ് റെക്ടിഫയറിൽ ഒരു സൈക്കിൾ ജസ്റ്റ് അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുത്തത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ അതിനകത്ത് റിപ്പിൾസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഇതിനകത്തൊരു ഫിൽറ്ററിങ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഡിസ്ചാർജ്, ഇപ്പം ഒരു കപ്പാസിറ്റർ വെച്ച് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നെക്സ്റ്റ് സൈക്കിൾ വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ റിപ്പിൾസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. ആദ്യത്തെ കേസിൽ നമ്മളിത് ഡിസ്ചാർജ് ചെയ്ത് ഇവിടം വരെ എത്തിയതിന് ശേഷമാണ് നെക്സ്റ്റ് ചാർജിങ് വരുന്നത്. അപ്പോൾ ആ റിപ്പിൾസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും ഹാഫ് വേവ് റെക്ടിഫയറിൽ. ഈ ഫുൾ വേവ് റെക്ടിഫയറിൽ നോക്കി, ഇത് ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നെക്സ്റ്റ് സൈക്കിൾ വന്നു. സോ ദിസ് റിപ്പിൾസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഈ ഫുൾ വേവ് റെക്ടിഫയർ. സോ നിങ്ങൾ ഈ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പം ആവറേജ് വാല്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 0 to കഴിഞ്ഞതിനകത്ത് നമ്മൾ 0 to π വരെ സിഗ്നൽ എടുത്തോളൂ. ഇതിനകത്ത് 0 to π വരെയല്ല, 0 to 2π വരെ സിഗ്നൽ ഉണ്ട്. കാരണം π to 2πയിലും നമുക്കൊരു പോസിറ്റീവ് സൈക്കിൾ കിട്ടും, സൈനസോയിഡ് സിഗ്നൽ കിട്ടുന്നുണ്ട്. സോ ദാറ്റ് വാല്യൂ will change and the ripple factor can be taken as R is equal to 0.482. Can calculate from the above equation. Above equationൽ നിങ്ങൾ ആ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഇതിനകത്ത് ഫുൾ സൈക്കിളിൽ 0 to 2πയിൽ നിങ്ങൾക്ക് സിഗ്നൽ ഉണ്ട്, കഴിഞ്ഞതിൽ 0 to πയിൽ മാത്രമേ സിഗ്നൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വാല്യൂ കുറവായിരിക്കും, DC വാല്യൂ കുറവായിരിക്കും. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതിനകത്ത് റിപ്പിൾ ഫാക്ടർ ഫുൾ വേവ് റെക്ടിഫയറിൽ എങ്ങനെയാണ് കാണുന്നതെന്നൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, ഹോപ്പ് യു ക്ലിയർ ദിസ് റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്, നമ്മൾ ഇത് ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നോർമൽ സെമി കണ്ടക്ടർ ഡയോഡിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇനി ആഫ്റ്റർ ദിസ് നമ്മളൊരു റിവേഴ്സ് ബയാസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റിവേഴ്സ് ബയാസിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റിവേഴ്സ് ബയാസിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ലെങ്കിൽ എത്ര വരെ കണ്ടക്ട് ചെയ്യില്ല, എത്ര വരെ നമുക്ക് റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു വളരെ വലിയൊരു വോൾട്ടേജ് റെക്ടിഫയർ ഡയോഡിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ആ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നോർമൽ ഡയോഡിൽ നമ്മൾ റിവേഴ്സ് ബയാസ് കൂട്ടി കൊടുക്കാനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിന് നമ്മൾ പറയുന്നത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്നാണ്. സോ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, ഇൻവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് വോൾട്ടേജ് ആണ്. ഇൻവേഴ്സ് വോൾട്ടേജ്, അപ്പോൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് വി ക്യാൻ അപ്ലൈഡ് അക്രോസ് എ നോർമൽ റെക്ടിഫയർ ഡയോഡ് ബിഫോർ ബ്രേക്ക് ഡൗൺ എന്നാണ് പറയുന്നത്. ബിഫോർ ബ്രേക്ക് ഡൗൺ. അപ്പോൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. റിവേഴ്സ് ബയാസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -V -I ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു PIV, ഹിയർ ദിസ് ഈസ് ദ PIV വോൾട്ടേജ്, PIV ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അത് ഇതിന് ശേഷം ബ്രേക്ക് ഡൗണിലേക്ക് പോകും. അപ്പോൾ എന്താ സംഭവിക്കുക, ബ്രേക്ക് ഡൗണിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ there will be large current starting to flow. So referred as breakdown region. അപ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ എത്തുന്നതിന്
നമ്മൾ PIV എന്ന് പറയുന്നത്. അപ്പോൾ PIV എന്ന് പറഞ്ഞാൽ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ്. PIV can be as maximum reverse voltage can applied across a diode before breakdown. ബ്രേക്ക് ഡൗൺ എത്തുന്നതിന് മുമ്പ്. അപ്പോൾ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്? ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഒരു ഡയോഡിൽ 2 ടൈപ്പ് ബ്രേക്ക് ഡൗൺ ആണ് സംഭവിക്കുക. ഒന്ന് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഉണ്ട്, ഒന്ന് സെനർ ബ്രേക്ക് ഡൗൺ ഉണ്ട്. ഞാൻ പറയാനൊരു കാരണമുണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട്. ഇനി സെനർ ഡയോഡ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയോഡാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് 2 ടൈപ്പ് ബ്രേക്ക് ഡൗൺ ഉണ്ട്, സെനർ ബ്രേക്ക് ഡൗൺ,